ഹോസ്പിറ്റലിൽ പിന്നീട് എപ്പോഴെങ്കിലും പോവാം. അതെ തങ്കയും കുട്ടി ഞാൻ പോയാ പോരെ മോളെ? അവിടത്തെ തിരക്കഴിഞ്ഞ് നീ അങ്ങോട്ട് വാ. റെസ്റ്റൻ തീർന്നല്ലേ? അത് നല്ലതാണല്ലോ. എന്നാ പിന്നെ അങ്ങനെ ചെയ്തൂടെ? അത് വേണ്ട ഗോപാല. ആശുപത്രിയിൽ വിളിച്ചു പറഞ്ഞിട്ടേ പിന്നൊരു ദിവസം പോയാ മതി. അതൊന്നും പറ്റില്ല. ഞാൻ പോണെന്നുണ്ടെങ്കിൽ അമ്മ ഗോപാലമാമന്റെ ഒപ്പം പോണം. ഇവളുടെ ഒരു കാര്യം പറഞ്ഞ ശരി, ഞാൻ ഗോപാലിനൊപ്പം പൊക്കോളാം. കണ്ടോ, ഇപ്പൊ കൃഷ്ണേച്ചിക്ക് തിരക്കല്ലേ? അപ്പൊ അച്ഛന്റെ കൂടെ ഞാനും വരും, ആന്റിക്ക് കൂട്ടിന്. അവളൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഗോപാലമാമ, ഞാനേ പൈസ എടുത്തു തരാം. അവിടെ ചിലപ്പോ അഡ്വാൻസോ മറ്റോ കൊടുക്കേണ്ടി വന്നാലോ? ഗോപാലമാമ വന്നേ. മോളെ ഓഫീസിൽ എല്ലാവർക്കും വലിയ കാര്യമാണെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോ അവളവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധം പറയോ? അവളെ ആർക്കാ തങ്കേച്ചി കാര്യമില്ലാത്തത്? അവള് മിടിക്കയല്ലേ. മമ്മി, അവളെ കാണുന്നില്ലല്ലോ മമ്മി. അതോ ഇന്ന് നവീൻ വിളിച്ചിട്ടുണ്ടാവോ? അതോ അവള് നേരെ കളരിക്കലേക്ക് പോയോ? കൃഷ്ണ ഇപ്പൊ എത്തും. ഗാഥാമേടൻ ടെൻഷൻ ആവണ്ട. എനിക്ക് അവളുടെ മുഖം കാണാത്ത ടെൻഷനൊന്നുമില്ല. അവള് വരുമ്പോ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ളത് എനിക്ക് ചോദിക്കണം. അതിന് ഞാനിവിടെ കാത്തു നിൽക്കുന്ന. മാഡം, കൃഷ്ണയോട് കാര്യം എന്താണെന്ന് ശാന്തമായിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്? എന്തിന്? എനിക്കോ എന്റെ മോൾക്കോ സൗജന്യ സേവനം ചെയ്യാനായിട്ട് വിളിച്ചതല്ല അവളെ. ചോദിച്ച പണമേ അക്കൗണ്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മയും കൊണ്ട് ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് അവക്ക് നവീന്റെ കൂടെ കറങ്ങാം. അത് ഞാനും എന്റെ മോളും ചോദിക്കുന്നത് തെറ്റ്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാം. മമ്മി, ദേവള് വരുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ചോദ്യം ചെയ്യൽ തന്നെ ഇരിക്കും. വാ. ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നീ ആരെയടി പേടിപ്പിക്കുന്നേ? നീ എന്തോ വലിയ സേവനം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേ, എന്റെ മമ്മി വിചാരിച്ചാലുണ്ടല്ലോ, നിന്നെയും നിന്റെ അമ്മയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും. കേട്ടോടി? മോളെ, ഇങ്ങ് പോരെ. എന്റെ മോളുടെ സാദൃശ്യം ഉണ്ടായി പോയി നിനക്ക്. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാനൊരു കാര്യത്തിന് വിളിച്ചത്. അതല്ല, പഴയതെല്ലാം എന്റെ മനസ്സിൽ നിന്ന് പൊടി തട്ടി എടുത്താലുണ്ടല്ലോ, പിന്നെ ഞാൻ തീർത്തു കളയും. കൃഷ്ണ, വാ. മമ്മി, അവൾ ഇനി നവീന്റെ മുന്നിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ മനസ്സിൽ വേറെ എന്തോ ലക്ഷ്യമുണ്ട്. ഞാൻ ഇന്ന് തെറ്റ് ചെയ്തിട്ടാ എന്നിങ്ങനെ പറയുന്നതും തല്ലുന്നതും. കൃഷ്ണ, എന്റെ ഗതികേടിന് എന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ ഇവരുടെ മുന്നിൽ കൈനീട്ടിട്ടുണ്ട്. പക്ഷെ അന്തസ് വിട്ട് ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഇവരെന്താ കരുതിയിരിക്കുന്നത്? നവീനെ പോലെ ഒരു പണക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്നോ? എന്റെ നാട്ടിലുണ്ട് കാശുള്ള അമ്പിള്ളാര്. അവരോടൊന്നും
ഒരു മോഹം എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അവരെ ഒന്നും വലയിലാക്കാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് പോട്ടെ മോളെ, അവരവരുടെ ദേഷ്യം തീർത്തു എന്ന് കരുതിയാ മതി. ഇല്ല സുനന്ദേച്ചി, എനിക്കിതങ്ങനെ കരുതാൻ പറ്റില്ല. അവര് പറഞ്ഞ വാക്കുകള് ഇടിമുഴക്കം പോലെ എന്റെ ചെവിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് കരാർ വേണ്ട, അതുകൊണ്ടുള്ള ഒരു കാശും വേണ്ട. കൃഷ്ണ, സിത്താര മാമും ഗാഥാ മാഡവും ദേഷ്യം വന്നോ എന്തും വിളിച്ചു പറയും. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നത് ഇതൊക്കെ. കൃഷ്ണ ഒന്ന് ക്ഷമിക്കും. വേണ്ട, ഇന്ന് എന്നെ തല്ലിയത് ഞാൻ കൊണ്ടു. പക്ഷെ നാളൊരു ദിവസം എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഞാൻ തിരിച്ചടിക്കും. അപ്പൊ പിന്നെ ഇതെങ്ങനെ അവസാനിക്കാന്ന് സിനിചേച്ചിക്ക് അറിയാലോ. നവീന്റെയും ഗാഥയുടെയും വിവാഹം ഇനി എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നേ? എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്, അമ്മയും നന്ദേട്ടനും ഈ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ എന്തോ ഒരു ഒഴിവുകഴിവ് പറയുന്ന പോലെ. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായോ? അതല്ല നന്ദേട്ടാ, കുറെ ആലോചിച്ചപ്പോ ഞാൻ തന്നെ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു. നവീന്റെ ഭാര്യയായിട്ട് വരുന്ന കുട്ടി എല്ലാം തികഞ്ഞവളായിരിക്കണം. അവൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോന്ന് അമ്മയ്ക്ക് നന്ദേട്ടനും അറിയണം. അതല്ലേ കാര്യം? പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പായി, ഇതിലും മിടുക്കിയായൊരു കുട്ടി നവീന്റെ ഭാവിയിലേക്ക് ഇനി വരാനേ ഇല്ല.